ഒരു ഗ്രാമത്തിലെ കവലയിൽ രണ്ട് തയ്യൽക്കാർ തൊട്ടടുത്തടുത്തായിട്ട് തയ്യക്കട നടത്തുന്നുണ്ടായിരുന്നേ. ഒരാളുടെ പേര് രാമു എന്നും മറ്റേ പേര് രാജു എന്നും ആക്കാം. രാമു നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. രാമു വിശ്വസിച്ചിരുന്നത് കഠിനമായി അധ്വാനിച്ചാലേ സക്സസ് ഉണ്ടാവൂ എന്നാണ്. അതിരാവിലെ തന്നെ രാമു എണീറ്റ് ജോലി തുടങ്ങും. അതിരാവിലെ എന്ന് വെച്ചാൽ ഒരു 4 മണി സമയം ആകുമ്പോഴേക്കും തന്നെ രാമു തയ്ക്കാൻ തുടങ്ങും. വേണ്ടപ്പെട്ട പല കാര്യങ്ങളും ഒഴിവാക്കിയിട്ടാണ് രാമു തയ്ക്കാൻ വേണ്ടി ഇരിക്കാറ്. ഒരു ചെറിയ റെസ്റ്റ് പോലും എടുക്കാതെയാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. പലപ്പോഴും ഭക്ഷണവും ഉറക്കവും ഒക്കെ ഉപേക്ഷിച്ചിട്ടാണ് അദ്ദേഹം തയ്ച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇടയ്ക്ക് വന്ന് ചായയൊക്കെ കൊടുക്കും. അതുപോലെ അദ്ദേഹം തയ്ച്ചും കൊണ്ടാണ് കുടിക്കുന്നത്. കൂടുതൽ സമയം ജോലി ചെയ്താൽ കൂടുതൽ സക്സസ് ഉണ്ടാവും എന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. രാജു ആണെങ്കിൽ ഇതിൽ നിന്ന് നല്ല വ്യത്യസ്തനായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന ജോലിയിലുള്ള ഡെഡിക്കേഷൻ പോലെ തന്നെയാണ് അദ്ദേഹം ഓരോ ഡ്രസ്സിലും നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടുപേർക്കും ഒരേ ഡെഡിക്കേഷനായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ കൂടെ രാജു ആ ജോലിനെ സമീപിച്ചിരുന്ന ഒരു രീതി വ്യത്യാസം ഉണ്ടായിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ ഒന്നും രാജു കട തുറക്കാറില്ല കേട്ടോ. അദ്ദേഹത്തിന് വേണ്ടിയിട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടും പകല് കുറച്ച് സമയം ചെലവഴിച്ചിട്ട് ശേഷം മാത്രമേ അദ്ദേഹം ജോലി സ്ഥലത്തേക്ക് വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് ആ ദിവസം എങ്ങനെ കൃത്യമായിട്ട് വിനിയോഗിക്കണം എന്നൊരു പ്ലാൻ എഴുതി വെക്കും. അന്നന്ന് തയ്ക്കാനുള്ള തുണികൾ എടുത്തു വെക്കും. അതിന് ചേരുന്ന നൂല്, ക്യാൻവാസ്, ബട്ടൺസ്, അങ്ങനെ ഓരോന്നിനും എന്തെല്ലാം വേണമെന്നുള്ളത് നോക്കി കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കും. കത്രിക മൂർച്ച കൂട്ടും. ഇനി ഇന്നത്തെ സമയം എങ്ങനെ എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ നോക്കി ആദ്യം ആ കുറച്ച് സമയങ്ങളൊന്ന് പ്ലാൻ ചെയ്യും. എന്നിട്ടാണ് ജോലി തുടങ്ങുന്നത്. അവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാവരും ഇവരെ രണ്ടുപേരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയും, രാമുവിനെ കണ്ടില്ലേ, അയാൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ കട തുറക്കും, രാത്രി വൈകി വരെ ജോലി ചെയ്യും, എന്തൊരു ഡെഡിക്കേഷനാണല്ലേ, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രാമു. അതേസമയത്ത് രാജു ആണെങ്കിൽ 8 മണി തൊട്ടേ കട തുറക്കുകയുള്ളൂ, വൈകുന്നേരമായ കട അടയ്ക്കുകയും ചെയ്യും. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞു പോയി. രണ്ടു പേർക്കും ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട്. രാമു വരുന്ന എല്ലാ ഓർഡേഴ്സും എടുക്കും. ഒരിക്കലും ആരോടും രാമു ഒരു നോ പോലും പറഞ്ഞിട്ടില്ല. രാമുവിൻ്റെ ഷെൽഫാകട്ടെ തയ്ച്ചു തീർക്കാത്ത ഒരുപാട് തുണികൾ കൊണ്ട് കുമിഞ്ഞു കൂടിയിട്ടുണ്ടായിരുന്നു. വെപ്രാളം പിടിച്ചായിരുന്നു രാമു തയ്ച്ചുകൊണ്ടിരുന്നത്. അയാളുടെ കണ്ണുകൾ രണ്ടും ശരീരവും അങ്ങേയറ്റം തളർന്നിരുന്നു. പലപ്പോഴും അയാളുടെ കൈക്കും നടുവിനും ഒക്കെ വേദനകൾ അനുഭവപ്പെടുമായിരുന്നു. ചില സമയത്ത് സൂചിയൊക്കെ കയ്യിൽ കൊണ്ടിട്ട് മുറിയുമൊക്കെ ചെയ്യുമായിരുന്നു. ഇത്രയൊക്കെ ആയിട്ട് പോലും അയാൾക്കൊരു വിഷമം ഉണ്ടായിട്ടില്ല കേട്ടോ. ഹാർഡ് വർക്കാണ് സക്സസ് എന്നാണല്ലോ അയാൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. രാജുവിനും ഒരുപാട് ഓർഡേഴ്സ് വരുമായിരുന്നു. പക്ഷെ അയാൾ അത് വ്യത്യസ്തമായ രീതിയിലായിരുന്നു കൈകാര്യം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഓരോ തുണിയും സൂക്ഷ്മമായിട്ട് നോക്കി അത് വേസ്റ്റ് കുറയാതെ എങ്ങനെ കട്ട് ചെയ്യണം എന്നുള്ളത് പ്ലാൻ ചെയ്യും. ആ തുണിക്ക് പറ്റുന്ന മോഡലാണോ അതെന്ന് നോക്കും. അത് അയാളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കും. പറയുന്ന സമയത്തിന് കൊടുക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ അയാൾ നോക്കുമായിരുന്നു. നോ പറയേണ്ടടുത്ത് രാജു നോ തന്നെ പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പണം നല്ല മിഷനിലും നല്ല അയൺ ബോക്സിലും നല്ലൊരു ടേബിളിലും നല്ലൊരു ഓവർലോക്ക് മെഷീനിലും അങ്ങനെ നല്ല നല്ല കുറച്ച് ടൂൾസിലും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാജു സ്റ്റിച്ച് ചെയ്യുന്നതും അത്യാവശ്യം സ്പീഡിലും നീറ്റായിട്ടുമാണ്. രാജുവിൻ്റെ ഒപ്പം തന്നെ തയ്യൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട്. പഠിക്കുന്നതിനൊപ്പം തന്നെ ചെറിയ ചെറിയ ജോലികളും അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുമായിരുന്നു. ചെറിയ ചെറിയ ജോലികൾ തയ്യൽ പഠിക്കാൻ വന്ന ആളിനെ കൊണ്ട് ചെയ്യിക്കുമ്പോഴേക്കും രാജു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ ഡീൽ ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഒരു വ്യാപാരി ആ ഗ്രാമത്തിൽ വരികയും ഇവരെപ്പറ്റി കേൾക്കാനിടയാവുകയും ചെയ്തു. അദ്ദേഹത്തിന് ഒരു ഓർഡർ ഇവർക്ക് കൊടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. 30 ദിവസം കൊണ്ട് 300 ഷർട്ട് വേണമായിരുന്നു അദ്ദേഹത്തിന്. ഈ ഓർഡർ ചെയ്യുന്നത് ആരായാലും അയാൾക്ക് അത് തീർച്ചയായിട്ടും വലിയൊരു പ്രോഫിറ്റ് തരുന്ന ഒരു ഓർഡർ തന്നെയായിരിക്കും. അദ്ദേഹം ആ 2 പേരുടെ അടുത്ത് ചെന്നിട്ട് തൻ്റെ ആവശ്യം അറിയിച്ചു. അതിൽ രാമു കേട്ട പാതി കേൾക്കാത്ത പാതി ഓർഡർ ഏറ്റെടുത്തു. മനസ്സിൽ രാമു കണക്ക് കൂട്ടി, ഇതിൽ കൂടെ കിട്ടുന്ന പൈസ വലിയൊരു തുകയാണ്, അതെനിക്ക് വലിയൊരാശ്വാസവുമാണ്. രാവും പകലും എല്ലാം പണിയെടുത്ത് ഈ ഓർഡർ ഞാൻ എങ്ങനെയും കംപ്ലീറ്റ് ചെയ്യും. ഇതേ സമയത്ത് രാജു ആണെങ്കിലോ സ്വല്പം ആലോചിച്ചിട്ട് പറഞ്ഞു, സർ, എനിക്കൊരു ദിവസം തരണം, ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. നാളെ എൻ്റെ മറുപടി അതെന്ത് തന്നെയാണെങ്കിലും
ഞാനത് സാറിൻ്റെ അടുത്ത് വന്ന് പറയാം. രാമുവിൻ്റെ ആ ഉത്സാഹവും ആ ആവേശമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വ്യാപാരിക്ക് ഇഷ്ടപ്പെട്ടു. ഓർഡർ രാമുവിന് കൊടുത്തു. രാമു അന്ന് തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നല്ല സ്പീഡിൽ തന്നെയായിരുന്നു രാമുവിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചെയ്തു തുടങ്ങിയത്. ആ ദിവസം മുഴുവനും രാമു ജോലി ചെയ്തു. അയാളൊരു മിഷ്യനെ പോലെയായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പോലും അയാളത് കൂട്ടാക്കിയില്ല. എൻ്റെ ജീവിതത്തിലെ വലിയൊരു അവസരമാണിത്, ഒരു നിമിഷം പോലും എനിക്ക് പാഴാക്കാനില്ലെന്ന് അയാൾ പറഞ്ഞു. ഈ സമയം രാജു വീട്ടിൽ പോയി ആഴത്തിൽ ആലോചിച്ചു. അടുത്ത ദിവസം വ്യാപാരിയെ കണ്ടു പറഞ്ഞു, സർ, ഈ ഓർഡർ ഞാൻ എടുക്കാം. 30 അല്ല 25 ദിവസത്തിനുള്ളിൽ തരാമെന്ന് പറഞ്ഞു. വ്യാപാരിക്കാണെങ്കിൽ അതിശയമായി. എങ്ങനെ ഇത് സംഭവ്യമാകുമെന്ന് അയാൾ ചിന്തിച്ചു. രാമു ആണെങ്കിലോ ഇപ്പം തന്നെ ക്ഷീണത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അയാളെക്കാളും മുന്നേ തരാം എന്ന് ഇയാൾക്ക് എങ്ങനെ പറയാൻ പറ്റും? രാജുവിനാണെങ്കിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഒരു കട്ടിങ് മെത്തേഡ് ഫോളോ ചെയ്യാമെന്ന് അയാൾ വിചാരിക്കുന്നുണ്ടായിരുന്നു. ആദ്യം പാറ്റേൺസ് റെഡിയാക്കി വെച്ച് ഒരേപോലെയുള്ളവ ഒരുമിച്ച് കട്ട് ചെയ്യും. എന്നിട്ട് കൂടെ കൂട്ടിയ സഹായിയെ കൊണ്ട് സ്റ്റിച്ചിങ് ചെയ്യിക്കും. അപ്പോൾ സമയം കുറച്ചൊക്കെ ലാഭിക്കാൻ പറ്റുമല്ലോ. വ്യാപാരിയാണെന്നുണ്ടെങ്കിൽ രാജുവിൻ്റെ കോൺഫിഡൻസ് കണ്ട് അയാൾക്ക് ആ ഓർഡർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ആരാണോ ആദ്യം ഈ ഓർഡർ എനിക്ക് ഫിനിഷ് ചെയ്ത് തരുന്നത് അയാൾക്കാവും ഇനിയുള്ള എൻ്റെ ഓർഡേഴ്സ് എന്ന്. ആമയുടെ മുയലിൻ്റെ ഓട്ടം പോലെ രണ്ടുപേരും വർക്ക് ചെയ്യാനായിട്ട് തുടങ്ങി. രാമു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറക്കമില്ല, ഭക്ഷണം കഴിപ്പില്ല, ക്ഷീണിച്ച് പണിയെടുത്തുകൊണ്ടേയിരിക്കും. അയാളാണെങ്കിൽ ടയേർഡായിപ്പോയി. ഫോക്കസ് ചെയ്യാൻ പറ്റാത്തത്ര അയാൾക്ക് ക്ഷീണമായിപ്പോയി. ഒരുപാട് ഷർട്ടുകളിൽ മിസ്റ്റേക്ക് വന്നു. ഇതെല്ലാം അഴിച്ച് പണിയേണ്ടി വന്നു. ഇതെല്ലാം അയാളുടെ വിലപ്പെട്ട സമയം കളഞ്ഞുകൊണ്ടേയിരുന്നു. രാജു ഈ സമയത്ത് സ്റ്റഡിയായിട്ടും ഇൻ്റലിജൻ്റായിട്ടുമാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ആദ്യത്തെ 2 ദിവസം അയാൾ കൃത്യമായിട്ട് പാറ്റേൺ ഉണ്ടാക്കാനും ഒപ്പം തന്നെ കൂടിയ കൂട്ടുകാരനെ സഹായിയെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്തു. വർക്ക് ചെയ്യുന്ന സ്ഥലം അയാൾ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു. എന്തൊക്കെയാണോ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അതെല്ലാം അടുത്തടുത്ത് വെച്ചു. ഇടയ്ക്ക് അയാളും അയാളുടെ സഹായിയും ഒക്കെ ഒന്ന് റെസ്റ്റ് എടുക്കും. ഇടയ്ക്കൊരു ചായയൊക്കെ കുടിക്കും. ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് മിസ്റ്റേക്സ് വരുത്താനുള്ള സാധ്യത കുറയ്ക്കുമെന്ന് രാജുവിന് അറിയാമായിരുന്നു. രാജു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ചെയ്യുമ്പോൾ ഹെൽപ്പിന് നിൽക്കുന്ന ആൾ ചെറിയ ചെറിയ ഭാഗങ്ങൾ ചെയ്യും. ഈ കഥ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങൾ രാമു ആണോ രാജു ആണോ? കട്ടെടുത്ത ഈ കഥയ്ക്ക് കോപ്പിറൈറ്റ് ഒന്നും വരില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാനും ഉറക്കമുളച്ചൊരു ടോപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ടെന്നൊന്ന് പറയണേ. അടുത്തൊരു വീഡിയോ കാണാം. ടാറ്റാ.